ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാനറ്റ്. അപ്പോൾ ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഇൻട്രഡക്ഷനൊക്കെ കൊടുത്ത് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര്? ആൻസർ ഓപ്ഷൻ സി, ചങ്ങമ്പുഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ജൂൺ 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏത്? ആൻസർ ഓപ്ഷൻ ഡി, മലമുഴക്കി വേഴാമ്പൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ എ, അമേരിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, വയനാട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു പോയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ സി, രാമേശ്വരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ആൻസർ ഓപ്ഷൻ എ, ചാൾസ് ബാബേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? ശ്രീലങ്കയുടെ ഔദ്യോഗിക ഭരണ തലസ്ഥാനം ശ്രീ ജയവർദ്ധനപുര കോട്ടയാണ്. എന്നാൽ രാജ്യത്തിൻ്റെ പ്രധാന സാമ്പത്തിക വാണിജ്യ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും കൊളംബോ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി, കൊളംബോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, രാജസ്ഥാൻ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ BR അംബേദ്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ സി, നവംബർ 26. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസാവകാശ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, അനുച്ഛേദം 21A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റ് ഏതു വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത്? ആൻസർ ഓപ്ഷൻ ബി, 2013. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ എ, 44-ാം ഭരണഘടനാ ഭേദഗതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഹൈക്കോടതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏതു ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഭാഗം 4A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഇന്ത്യൻ ഭരണഘടനയിലെ 3-ാം ഭാഗത്തിൽ അനുച്ഛേദം 19 മുതൽ 22 വരെയുള്ള ഭാഗത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഓപ്ഷനിൽ അനുച്ഛേദം 19 എന്ന് മാത്രം തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആൻസർ അനുച്ഛേദം 19 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആര്? ആൻസർ ഓപ്ഷൻ എ, AN ഷംസീർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ആൻസർ ഓപ്ഷൻ സി, അരുണ അസഫ് അലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം? ആൻസർ ഓപ്ഷൻ ഡി, കുട്ടനാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആര്? ആൻസർ ഓപ്ഷൻ സി, ജഹാംഗീർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? ആൻസർ ഓപ്ഷൻ ബി, സ്റ്റേപ്പീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ജീവകം സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
എലിപ്പനിക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? ആൻസർ ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ എ മൃതസഞ്ജീവനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്? ആൻസർ ഓപ്ഷൻ ബി ജലദോഷം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതൽ ആൻസർ ചെയ്ത് പഠിക്കുക. അത് തന്നെയാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു റീകോളിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായിട്ടുള്ള ചിലപ്പോൾ ഓപ്ഷൻസ് സഹിതം നമുക്ക് ഓർമ്മ വരും. ഓക്കെ, അപ്പം അത് നല്ല രീതിയിലുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പഠന രീതി അല്ലെങ്കിൽ പഠിച്ചത് നമ്മൾ റീകോൾ ചെയ്തെടുക്കുന്ന രീതി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. താങ്ക്